ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. നമുക്കിന്ന് പുതിയൊരു ചെടിയെ പരിചയപ്പെടാം. ആഫ്രിക്കൻ പിങ്ക് ലേഡി. അപ്പോൾ എനിക്കിത് പുതിയതാണ്. നിങ്ങൾക്കൊക്കെ ഇത് കണ്ട് പരിചയം കാണാം. പേര് പോലെ തന്നെ മനോഹരമായ ഒരു ചെടി തന്നെയാണ് പിങ്ക് ലേഡി കേട്ടോ. പിങ്ക് കളറിൽ 5 ഇതളുകളിൽ അല്ലെങ്കിൽ 4 ഇതളുകളിലൊക്കെ ഈ പൂക്കൾ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് മഞ്ഞ കളറിലേക്ക് ഉള്ള ഒരു ഡിസൈൻ പോലെ വന്നിട്ട് നമ്മൾ പൂക്കളൊക്കെ വരച്ച പൂക്കൾ കണ്ടിട്ടില്ലേ, ഇതളുകളിലൊക്കെ ഇങ്ങനെ നേർത്ത ലൈനുകൾ പോലെയൊക്കെ വന്ന് അങ്ങനെ കപ്പ് പോലെ വിടർന്ന് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ പിങ്ക് ലേഡി. കപ്പ് പോലെ വിടർന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ സൂര്യൻ പൂർണ്ണമായിട്ടിങ്ങനെ വരുമ്പോൾ ഇവരിങ്ങനെ കപ്പ് പോലെ കൂമ്പി നിൽക്കും. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രിയാകുമ്പോഴേക്കും ഈ 5 ഇതളുകളൊക്കെ നന്നായിട്ട് വിടർത്തി ഇവർ പൂർണ്ണമായിട്ട് ഈ പൂക്കളിങ്ങനെ വിടർന്നു വരും. നല്ല പോലെ പരാഗമൊക്കെ നടക്കുന്ന ചെടിയാണ് കേട്ടോ. ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമ്പോഴും തേനീച്ചകളൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് തേൻ നുകരുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ നമ്മുടെ 10 മണിച്ചെടി പോലെ ഇരുന്നു. അപ്പോൾ അത് 10 മണിച്ചെടി ആവും എന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ആഫ്രിക്കൻ പിങ്ക് ലേഡിയാണ് ഈ ചെടി എന്നുള്ളത്. അതായത് ശരത്കാലങ്ങളിലാണ് ഇത് കൂടുതൽ നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ കാണപ്പെടുന്നത്. ഇവിടെ മാർച്ച് മാസം മുതൽ ഏപ്രിൽ മെയ് മാസം വരെകളിലൊക്കെ നന്നായിട്ട് ഇവിടെ എല്ലാ ഗാർഡനുകളിലും നമ്മുടെ റൗണ്ട് ബേസുകളിലുമൊക്കെ ഈ ചെടികൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സമയത്ത് നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ്. ആ കാറ്റൊക്കെ ഇങ്ങനെ വന്ന് അതിനെ തഴുകി തലോടി പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി. ആ പൂക്കളോടുള്ള ഒരു എനിക്ക് പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ചെടിയെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എവിടെ ഒരു പൂ കണ്ടാലും ഞാനത് അത് എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോയെങ്കിലും എടുത്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. കണ്ണിന് തന്നെ സന്തോഷം തരും. കാരണം ഈ ഒരു കളറും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കളറാണ്. നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ. ആ കാറ്റൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ ഇളകി തെന്നി തെന്നി പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ തന്നെ എന്ത് മനോഹരമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ നല്ല സുന്ദരമായ ചെടികളും കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിവിടെ കണ്ട് ആസ്വദിക്കാം എന്നുള്ളതേ ഉള്ളൂ. നാട്ടിലേക്ക് നമുക്കിങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ നമ്മുടെ നാടുകളിൽ നമ്മുടെ 10 മണിച്ചെടി പോലെ തന്നെ വാങ്ങി നമ്മുടെ ഗാർഡനുകളെയൊക്കെ മനോഹരമാക്കാൻ പറ്റുന്ന സുന്ദരമായൊരു ചെടി തന്നെയാണ് കേട്ടോ. അത്ര മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനതുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യുകയാണ്. കാരണം ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളൂ. നല്ല ഭംഗിയായിരിക്കും ഗാർഡൻ കേട്ടോ. അത് ഒന്നും പറയാനില്ല, അത്ര സൗന്ദര്യമായിരിക്കും ഗാർഡന്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സുന്ദരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇസ്രയേലിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.